അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഏതൊരു പ്രയാസത്തിൽ കുടുക്കിൽ കടക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും റജബ് 27 നമ്മളിലേക്ക് അടുത്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അതിനു മുമ്പായിട്ട് ഈ ഒരു അമലിനെ നല്ല രീതിയിൽ മനസ്സാന്നിധ്യത്തിൽ നിങ്ങൾ നിയ്യത്ത് വെച്ചോളി. ആ ഒരു നിയ്യത്ത് വെച്ച് ഇത് നിങ്ങൾ ചൊല്ലാൻ കൂടെ തയ്യാറാകുകയാണെങ്കിൽ ആ ഒരു കാര്യം, കടം എന്നുള്ള ബുദ്ധിമുട്ടിനെ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടാകും. അത്രയും എഫക്റ്റീവായിട്ടുള്ള, വളരെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ഈ ഒരു അമലിനെ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സമയത്ത് നിയ്യത്ത് വെച്ച് എണ്ണം തെറ്റാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ള ആളുകളിലൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഇത്തരക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അതേപോലെ തന്നെ വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതിൻ്റെ അടുത്തുള്ള ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ പുതുതായിട്ടിടുന്ന അറിവുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ലോണ് എടുത്ത് കുടുങ്ങിപ്പോയി എന്നുള്ള ആ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യാം? ഇത്തരം അമലുകളെ നിയ്യത്ത് വെച്ച് വേഗം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ 90% ആളുകളും കടത്തിൻ്റെ പിന്നാലെയാണ്. കടമില്ലാത്തൊരു മനുഷ്യനും ഇല്ലപ്പോൾ. ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അതൊരു റാഹത്ത് തന്നെയായിരിക്കും കേട്ടോ. ഇത്രയും കാലം കടമില്ലാത്ത ആളുകളായിരുന്നു എൻ്റെ ചുറ്റുമുള്ളത്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആളുകളൊക്കെ കടത്തിലാണ്. പക്ഷെ അവർ പുറത്തൊന്നും അറിയിക്കുന്നില്ല എന്നുള്ളൂ. കാണുമ്പോൾ നല്ല വീടുകളുണ്ടാകും, നല്ല കാറുകളുണ്ടാകും, നല്ല ജീവിതമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും എങ്ങനെ ഞാൻ എൻ്റെ കടങ്ങളെ വീട്ടും, എങ്ങനെ ഇനി അടുത്ത മാസത്തുള്ള പലിശ ഞാൻ ഉണ്ടാക്കും, അടുത്ത മാസത്തെ EMI ഞാൻ എങ്ങനെ അടക്കും, ഈ ഒരു ചിന്തയിൽ കൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. EMI ഒന്നും ഇല്ലാത്ത ആളുകൾ ഇന്ന് വളരെ കുറവാണ്. ഫോൺ മേടിക്കാൻ, വണ്ടി മേടിക്കാൻ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ EMI എടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. എടുക്കും ചെയ്തു. നമ്മളുടെ കയ്യിൽ നല്ലൊരു പണിയൊക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിൽ കടം എടുത്തിട്ടുണ്ടാകുക, പലിശ എടുത്തിട്ടുണ്ടാകുക, ലോൺ എടുത്തിട്ടുണ്ടാകാം. പക്ഷേ അതെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ജോലി, ഹൈറായിട്ടുള്ള ജോലി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും പിന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ എന്തോ ഒരു പോലെ ആയിത്തീരും അല്ലേ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹമാണ് തൻ്റെ മക്കളെ, തൻ്റെ കുടുംബത്തെ ആളുകൾക്കിടയിലാണെങ്കിലും നാട്ടുകാർക്കിടയിലാണെങ്കിലും അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ വളർത്തണം എന്നുള്ളത്. പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ ഉള്ളു ഭയങ്കര പ്രശ്നത്തിൽ നടക്കുന്ന ആളുകളാണ്. പുറമെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറി കഴിയായിരിക്കും. ഒരു കുടുംബത്തിൽ 4 ആളുകളുണ്ടെങ്കിൽ ആ 4 ആളുടെ പേരിലും കടമായിരിക്കും. ഇത്തരത്തിൽ കടം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ഓരോരുത്തരും ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അമലിനെ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാം. മറ്റുള്ളവർ അങ്ങനെ പരിപാടി നടത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ അങ്ങനെ അവരുടെ മക്കളുടെ വിവാഹം നടത്തിയിട്ടുണ്ട്.
എൻ്റെ മകളുടെ വിവാഹവും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹവും ഞാൻ അതിലും കൂടുതൽ നന്നായി നടത്തും എന്ന് പറഞ്ഞിട്ട് സീറോ ബാലൻസ് ഉള്ള നമ്മൾ -0 മൈനസിലേക്കാകാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നോക്കും, മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അന്നത്തെ ദിവസം ആ കല്യാണം നല്ല പ്രൗഢിയോടുകൂടെ നടക്കും ഒക്കെ ചെയ്യും. പിന്നീട് അങ്ങോട്ട് ജീവിതകാലം മുഴുവനും ആ ഒരു കടവും കണ്ണീരും പേറി ഈ കുടുംബക്കാർ നടക്കുക, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും നടക്കുക. ഇത്തരം ഒരു കാര്യമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരാളൊരു വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കടപിടിച്ച് വാഹനം എടുക്കാം, മറ്റൊരാൾ ഉംറക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കടപിടിച്ച് ഉംറക്ക് പോകാം. ഇന്ന് ഇതൊക്കെ ഒരു മത്സരമാണ്. അവന് എന്നേക്കാൾ മുകളിൽ നിൽക്കാൻ പാടില്ല. ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു നാട്ടിൽ ഇന്ന് കൂടുതലായിട്ടും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കുക, നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ. എന്നിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു അമൽ കൂടെ നോക്കിയിട്ട് ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈം നമുക്ക് കൊടുക്കണം കേട്ടോ. കാരണം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്കത് ചൊല്ലി തീർക്കാൻ പറ്റൂല. കാരണം നമ്മൾക്കിപ്പോൾ 6, 7, 8, 9, 10 ലക്ഷമൊക്കെ കടമുള്ള ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. അതുക്കും കൂടുതലുള്ള ആളുകളുണ്ട്. എന്താണെങ്കിലും ഒരാൾക്കൊരു 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ മനസ്സിനൊരു സമാധാനക്കേടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയൊക്കെ പലിശയും ലോണൊക്കെ എടുത്തിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കടന്നുറങ്ങാം? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഇനിയിപ്പോൾ ഭർത്താക്കന്മാരാണ് ഇങ്ങനെ കടമെടുത്തിട്ടുള്ളത് എങ്കിൽ ഭാര്യമാർക്ക് ഈ ഒരു അമലിനെ ചെയ്തു നോക്കാവുന്നതാണ്, മക്കൾക്ക് ഈ ഒരു അമലിനെ ചെയ്തു നോക്കാവുന്നതാണ്, സ്വന്തം ഈ ഒരു അമല് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ, ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാവുന്നതാണ്, വ്യാഴാഴ്ച ദിവസം ചെയ്യാവുന്നതാണ്, വെള്ളിയാഴ്ച ദിവസം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഹൈറായിട്ടുള്ള സമയങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കുഞ്ഞ് സൂറത്തുണ്ട്, ഏതെന്നറിയോ? കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ്. ഈ ഇഖ്ലാസിനെ പടച്ച റബ്ബേ, എൻ്റെ കടങ്ങൾ ഒന്ന് പൂർണ്ണമായിട്ടും വിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒന്ന് വിട്ട് കിട്ടണം, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കടന്നുറങ്ങണം, ഈ ഒരു കടം എൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാനുള്ളൊരു വഴി നീ കാണിച്ചു തരണം എന്ന് നമ്മൾ നല്ല രീതിയിൽ നിയ്യത്ത് വെച്ച് 1,00,000 തവണ ഈ ഒരു അമല് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും നിങ്ങൾ ഇത് ഓതി തീർക്കണ്ട. നിങ്ങൾ സമയമെടുത്ത് ഭയഭക്തിയോടുകൂടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസിനെ മെനക്കെടണം. കുറച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് മെനക്കെടണം. കാരണം ഈ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിരിക്കും. എത്ര വലിയ കടമുള്ളൊരു വ്യക്തിയാണെങ്കിലും ഈ ഒരു അമല് ചെയ്യുന്നതിലൂടെ അവൻ്റെ കടങ്ങൾ മുഴുവൻ 0യിലേക്കാവും, അവൻ്റെ കടങ്ങളൊക്കെ മൈനസിലേക്കാകും. അപ്പോൾ ഇത്തരത്തിൽ ജീവിതം ജീവിക്കണം എന്നൊരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ? ഇൻഷാ അള്ളാ ഇതതിന് പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. റജബ് 27 മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചോളിയും. എന്നിട്ട് നിങ്ങളത് ഓതി തുടങ്ങിക്കോളിയും. ഇൻഷാ അള്ളാ ഇതിലും ഒരു വലിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കാരണം ഈ ഒരു അമലിൻ്റെ ഫലം അത്രയും വലുതാണ്. സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അതിലൊരു കാര്യമാണ് കടം എന്നുള്ളത്. കടം പൂർണ്ണമായും നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കും. ഇനി ഇത് കടത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഊരിപ്പോരാനും ഈ ഒരു അമലിനെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്
ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ജോലി വേണം എന്നുള്ളത്. ഇത്തരത്തിൽ ജോലി ഇല്ലാത്തവർക്ക് ഈ ഒരു അമലിനെ ചെയ്തു നോക്കാവുന്നതാണ്. അതിന് മാത്രമല്ല, ഏതൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ അതിനൊക്കെ ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇൻഷാ അള്ളാ എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.